ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? രഘുനാഥ് മേനോൻ. ഇപ്പോൾ ഈ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലർ. കോർപ്പറേഷൻ കൗൺസിലറാണ്. പൂങ്കുന്നം ഡിവിഷൻ എന്നുള്ള കൗൺസിലറാണ്. കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയാണ്. ചേട്ടാ ഇപ്പോൾ ഈ നമ്മുടെ തൃശ്ശൂരിന്റെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊരു പ്രധാനമായിട്ടുള്ളൊരു ഒരു നിലപാട് വന്നിരിക്കുകയാണ്. 24 ലക്ഷം രൂപ ഇവിടുത്തെ പുലിക്കളി ടീമിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് നൽകുന്നൊരു തീരുമാനം എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത്? വളരെയധികം സന്തോഷമുണ്ട്. ആലപ്പുഴയ്ക്ക് വള്ളംകളി എങ്ങനെയാണോ അതുപോലെയാണ് തൃശ്ശൂരിന് പുലിക്കളി എന്നുള്ളതിനാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം തൃശ്ശൂരിലെ ഈ ഒരു കലാരൂപം അത് പുതിയ പുതിയ ജനറേഷൻ ഏറ്റെടുക്കാൻ മടിക്കണം. കാരണം അതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് വളരെയധികം വലിയൊരു ബുദ്ധിമുട്ടിലാണ് പുതിയ തലമുറ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനായ മുഖ്യ MP നമുക്ക് വലിയൊരു സഹായം 24 ലക്ഷം രൂപ ഒരു ടീമിന് 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു സംഖ്യയാണ്. കാരണം ഒരു പുലിക്കളി ഇറക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപ ചെലവില്ലാതെ കുറയാതെ ഇറക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 3 ലക്ഷം രൂപ ഒരു ടീമിന് ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ വർഷം ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കാരണം അത് ലഭിക്കുന്നത് വൈകി. പക്ഷെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആരാധനായും നമ്മുടെ MP തൃശ്ശൂരിലെത്തിയപ്പോൾ പുലിക്കളി സംഘങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് അദ്ദേഹം ആ പൈസ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും എടുക്കാം, അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു വാക്ക് അദ്ദേഹം കൃത്യമായി പാലിച്ചു. അതുകൊണ്ട് തന്നെ ഈ വർഷവും അത് എത്രയും വേഗം ലഭ്യമാക്കാനുള്ള കാര്യങ്ങളും നമ്മൾ MP ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഈ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും MP മാരും MLA മാരും ഈ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സഹകരണം ഈ പുലിക്കളി സംഘത്തിന് തൃശ്ശൂരിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയധികം MP മാര് തൃശ്ശൂരിന് ഉണ്ടായിട്ട് വന്നു പോയിട്ടുണ്ട്. പക്ഷെ പുലിക്കളി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം സഹായിക്കാൻ ആരും തയ്യാറായില്ല. കാരണം അദ്ദേഹം MP ആവുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് 2 പ്രാവശ്യം പുലിക്കളി സംഘങ്ങൾക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെയാണ് ചെക്കുകൾ കൊടുത്തത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു സഹായം അവർക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയല്ല, ചെയ്ത് കാണിക്കാൻ ചെയ്തു. അദ്ദേഹം ഒന്നും പറ്റാത്ത കാര്യങ്ങൾ ഒരാൾക്കും വാക്ക് കൊടുക്കാറില്ല. പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വാക്ക് കൊടുക്കാറുണ്ട്. ആ വാക്ക് കൊടുത്ത കാര്യം കൃത്യമായിട്ട് പാലിക്കാറുണ്ട്. അത് തന്നെയാണ് പുലിക്കളി സംഘങ്ങൾക്ക് കൊടുത്ത സഹായം. അദ്ദേഹത്തെ ഒരുപാട് വേട്ടയാടി കഴിഞ്ഞ ഒരു വർഷം ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ എതിരാളികളും LDF UDF എതിരാളികളും വളരെയധികം അദ്ദേഹത്തെ വേട്ടയാടി. പക്ഷെ ആ വേട്ടയാടലിൽ നിന്നു കൊടുക്കാതെ അദ്ദേഹം പറഞ്ഞ വാക്ക് അത് പാലിക്കും എന്നുള്ള ഒരു ആൺകുട്ടി തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി. അത് കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ചു. അതുകൊണ്ടാണ് പുലിക്കളി സംഘങ്ങൾക്ക് ഈ വർഷം ഒരു ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും പുലിക്കളി ആരംഭിക്കാനുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് നൽകിയത്. ഇപ്പോ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയതിനു ശേഷം അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് പലപ്പോഴായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹം കഴിഞ്ഞപ്പോൾ ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആയതുകൊണ്ട് കോർപ്പറേഷനിൽ അദ്ദേഹം നൽകിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ 1,22,00,000 രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹത്തിന്റെ MP ഫണ്ട് എന്ന് അദ്ദേഹം കോർപ്പറേഷന് വേണ്ടി നൽകിയത്. അതിൽ ഏറ്റവും കൂടുതൽ തുക തൃശ്ശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ 33 ലക്ഷം രൂപ നൽകിക്കൊണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഭാഗത്തുനിന്നൊരു ലാബ്, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലൊരു ലാബ് സംവിധാനം തൃശ്ശൂർ നഗരത്തിലെ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഒരുക്കാൻ വേണ്ടി 33 ലക്ഷം രൂപ അദ്ദേഹം നൽകി. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അയ്യന്തോളിൽ അമർ ജവാൻ പാർക്കില് കുട്ടികൾക്ക് കളിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ വരുന്ന വാക്കിങ്ങിനും ജോഗിങ്ങിനൊക്കെ വരുന്ന ആളുകൾക്ക് കുടിവെള്ള സംവിധാനത്തിൻ്റെ ഒരു മിനറൽ വാട്ടർ സംവിധാനം, അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിം ഏകദേശം 23.5 ലക്ഷം രൂപ അദ്ദേഹം MP ഫണ്ടിൽ നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ഒരു 15ഓളം ഡിവിഷനുകളിലേക്ക് ഹൈ മാസ്റ്റ്, മിനി മാസ്റ്റ്, LED ലൈറ്റുകൾ ഒക്കെ വലിയൊരു സംവിധാനത്തിലൂടെ നമുക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്കും വലിയൊരു വികസനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരുപാട് റോഡുകൾ, പുതിയ റോഡുകൾ നവീകരിക്കാനും അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികൾക്കൊക്കെ അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് വികസനത്തിന്റെ കാര്യത്തിൽ. ഇതുവരെ ഒരു MP-ക്കും സാധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. പുതിയ വരാൻ പോകുന്ന തൃശ്ശൂർ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഏകദേശം 350 കോടി രൂപ ചെലവിലാണ് തൃശ്ശൂർ
നഗരത്തിന്റെ ഒരു വലിയൊരു കാഴ്ച ഭംഗിയായിട്ട് അത് മാറാൻ പോവുകയാണ്. കാരണം ലോക നിലവാരത്തിൽ ഒരു എയർപോർട്ട് സംവിധാനത്തിന്റെ മാതൃകയിലാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ മാറുന്നതും എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയൊരു കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റമാണ് തൃശ്ശൂർ നഗരത്തിന് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തോടുകൂടി ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിലായിട്ടും ഈ എയിംസുമായി ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള സംഭാഷണങ്ങളും അത് പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളൊക്കെ വിവാദമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ എയിംസുമായിട്ട് അല്ലെങ്കിൽ എയിംസ് കൊണ്ടുവരണം എന്നുള്ളതിനെ LDFന്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ UDF സർക്കാർ വന്ന സമയത്തോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിംഗ് ഉണ്ടോ നിലവിലെ സാഹചര്യം? അല്ല, ഭരിക്കുന്ന പാർട്ടി ഒരിക്കലും സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് കൊടുക്കില്ലല്ലോ. അത് LDFന്റെ ഭാഗത്തു നിന്നായാലും ഇപ്പോൾ ഭരിക്കുന്ന UDFന്റെ ഭാഗത്തും യാതൊരു സപ്പോർട്ടും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം എയിംസ് തുടങ്ങുന്നതിന് വേണ്ടി ആരംഭിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയില് സ്ഥലം അനുവദിക്കാൻ ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് തൃശ്ശൂർ ഒഴിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഒഴിച്ചുള്ള 10 സ്ഥലങ്ങളാണ് അദ്ദേഹത്തിന് അനുവദിച്ചുകൊണ്ട് സ്ഥലത്തിന്റെ ലിസ്റ്റ് കൊടുത്തത്. അപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വികസനം വരണ്ട എന്നുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിരോധമാണ് ഇവിടുത്തെ ജനങ്ങളോട് ഈ UDF ഗവൺമെന്റ് കാണിക്കുന്നത്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയമില്ല, അവിടെ ജനപ്രതിനിധിയാണ്. അത് മുഖ്യമന്ത്രി ആണെങ്കിലും MP ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും അത് ജനപ്രതിനിധി, ജനങ്ങൾക്ക് വികസനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കൽ മാത്രമാണ് ആ രാഷ്ട്രീയ പ്രക്രിയ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. മുഖ്യമന്ത്രി ആണെങ്കിലും ഞാനാണെങ്കിലും കൗൺസിലർ ആണെങ്കിലും MP ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളോടാണ് ഇവർ ഈ വികസനം വിരോധം കാഴ്ചവെക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമാണ് ഈ കേരളത്തിലെ UDF ഗവൺമെന്റ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൃശ്ശൂരിന്റെ MP തൃശ്ശൂരിൽ ഒരു എയിംസ് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ ജനതയ്ക്ക് അത് കാഴ്ചവെക്കണം. തൃശ്ശൂരിലെ ജനതയ്ക്ക് അത് വലിയൊരു എന്താ പറയുക മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ തൃശ്ശൂരിൽ നഗരത്തിന്റെ വലിയൊരു വികസനം അതാണ് ഈ എയിംസ് വരുന്നതിലൂടെ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് ഈ വിധ പ്രതിസന്ധികൾ, ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾ, കേരളത്തിലെ BJP വിരുദ്ധത അതിനെ മറികടന്നുകൊണ്ട് ഈ എയിംസ് ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം അദ്ദേഹമുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ എയിംസ് ആയാലും അദ്ദേഹത്തിന്റെ MP ഫണ്ടാണെങ്കിലും പുതിയ പുതിയ പദ്ധതികളാണെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് അദ്ദേഹത്തിന് എന്താ പറയുക ആരാധനായ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു ഫോറൻസിക് ലാബ് അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ അദ്ദേഹം സ്ഥലം ചോദിച്ചു, തൃശ്ശൂരിൽ കൊടുത്തില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ LDF ഗവൺമെന്റ് ട്രിവാൻഡ്രത്താണ് സ്ഥലം അനുവദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ വിരോധം LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, UDFന്റെ ഭാഗത്ത്. ഇത് മറികടന്നുകൊണ്ട് അദ്ദേഹം വലിയൊരു വികസനം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ അവസാനമായിട്ട് BJPയുടെ ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച ഒരു മണ്ഡലത്തിലെ ഒരു കോർപ്പറേഷനിൽ ചേട്ടന് കൗൺസിലർ ആവാൻ സാധിച്ചു. ഇതിനുള്ളിൽ MP ഭാഗത്തുനിന്ന് നിങ്ങൾക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഈ നഗരസഭയിലെ BJP കൗൺസിലർമാർക്കുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നഗരസഭയിലെ BJP കൗൺസിലർമാർക്ക് നല്ലൊരു സപ്പോർട്ടാണ് അദ്ദേഹം നൽകുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രൊജക്ടുകൾ കൃത്യമായിട്ട് ജനോപകാരപ്രദമായ എല്ലാ പ്രൊജക്ടുകളും അദ്ദേഹം പോസിറ്റീവായി കണ്ടുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കാൻ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട്. BJP കൗൺസിലർമാരോട് മാത്രമല്ല മറ്റ് കൗൺസിലർമാർക്കും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന് MP ഫണ്ട് കൊടുക്കുന്നു. ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അദ്ദേഹം യഥേഷ്ടം ഫണ്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല, അദ്ദേഹം വികസനമാണ് നോക്കുന്നത്. അദ്ദേഹം BJP കൗൺസിലർമാരെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ആ ഏത് കൗൺസിലറാണോ കൊടുക്കുന്നത് കൗൺസിലറുടെ രാഷ്ട്രീയമോ നിറമോ നോക്കാതെ അദ്ദേഹം കൃത്യമായിട്ട് അവർ ചോദിക്കുന്ന പദ്ധതി വയബിൾ ആയിട്ടുള്ള പ്രൊജക്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. വളരെ നന്ദിയായിട്ട് ഒരു സമയത്ത്. താങ്ക് യു.